എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള MBBS BDS കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് ഫേസ് പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അതായത് ആദ്യ അലോട്ട്മെൻറ്റിലെ താൽക്കാലിക അലോട്ട്മെൻറ്റാണ് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിച്ച് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ പ്രവേശന പരീക്ഷാ കമ്മീഷണറെ നിങ്ങളുടെ പരാതികൾ എന്താണ് അത് അറിയിക്കാവുന്നതാണ്. അപ്പോൾ 26-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 28-ാം തീയതി വൈകുന്നേരം 3 മണിക്കുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ cek.info.ce@kerala.gov.in എന്ന ഈ ഒരു പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഇമെയിൽ മുഖാന്തരം നിങ്ങൾക്ക് നിങ്ങളുടെ പരാതികൾ അറിയിക്കാവുന്നതാണ്. സാധുവായ പരാതികൾ പരിഹരിച്ച ശേഷം ഉള്ള അന്തിമ അലോട്ട്മെൻറ്റ് 29-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതായത് MBBS BDS കോഴ്സിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച് 1-ാം ഘട്ട താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു എന്നാണ് ഈ ഒരു വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ ദന്തൽ കോളേജുകളിലെയും സ്വാശ്രയ മെഡിക്കൽ ദന്തൽ കോളേജുകളിലെയും 2024 MBBS BDS കോഴ്സുകളിലെ സംസ്ഥാന കോട്ട സീറ്റുകളിലേക്കുള്ള 1-ാം ഘട്ട താൽക്കാലിക അലോട്ട്മെൻറ്റാണ് നിലവിൽ വെബ്സൈറ്റിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അതിൽ ഈ ഒരു MBBS BDS കോഴ്സിലേക്കുള്ള പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ലോഗിൻ ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു താൽക്കാലിക അലോട്ട്മെൻറ്റ് സംബന്ധിച്ച് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം 3 മണിക്കുള്ളിൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ പരാതികൾ അറിയിക്കേണ്ടതാണ്. പരാതികൾ പരിഹരിച്ച ശേഷം വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യുന്നത് ce.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് വരും. ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് MBBS BDS എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ PDF നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ, ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. കാരണം MBBS BDS കോഴ്സിലേക്കാണ് അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അതുപോലെ ഏത് സീറ്റിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം 3 മണിക്കകം നിങ്ങൾക്ക് ഈ പ്രവേശന പരീക്ഷാ കമ്മീഷണറെ അറിയിക്കാവുന്നതും ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു പ്രവേശന പരീക്ഷാ കമ്മീഷണറെ ഇന്ന് വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ പരാതികൾ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്ക്, അതായത് ഈ ഒരു MBBS BDS ഒഴികെയുള്ള മറ്റ് കോഴ്സുകളിലേക്ക് എപ്പോഴാണ് അഡ്മിഷൻ നടത്തപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം, അതായത് MBBS BDS കോഴ്സിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.